മറുപടി പറയണം നിങ്ങൾ. ഈ മൗലവി പറയുന്നത് പൊളിച്ചാലും പോരാ, തട്ടി നിരപ്പാക്കണോ? അതും ആലപ്പുഴയെന്ന് പറഞ്ഞതാ. പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തട്ടി നിരപ്പാക്കണമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് പോലും. സുബ്ഹാനല്ലാഹ്. വലാ അല്ലാ അദാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സബൈതുഹു എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസ്. ആ ഹദീസിന്റെ അർത്ഥം എന്താ? തട്ടി നിരപ്പാക്കണമെന്നാ. ബുഖാരിന്റെ സറഹ് കേട്ടോളി, ഇർശാദു സാരി നോക്കി ഞാൻ വായിക്കാം. ലിഅന്നഹു ലം യുരിദ് തസ്വിയതഹു ബിൽ അർളി, അത് ഭൂമിയോട് തട്ടി നിരപ്പാക്കണമെന്നല്ല അതിന്റെ ഉദ്ദേശം. അങ്ങനെ നബി ഉദ്ദേശിച്ചിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടില്ല. വഇന്നമാ അറാദ തസ്തീഹു ജംഅൻ ബൈനൽ അഖ്ബാരി, അപ്പറഞ്ഞതിന്റെ അർത്ഥം ഖബർ കൂർത്തിട്ടല്ല വേണ്ടത്, പിന്നെ കുറച്ച് പരന്നിട്ടാണ് എന്നാണ്. ഖബർ പരന്ന നിലക്കാണ് വേണ്ടത്, കൂർപ്പിച്ചിട്ടല്ല എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ അർത്ഥം മാറ്റിയതല്ലേ മൗലവിമാരേ? ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നാണ്. മറ്റൊരു സമയത്ത് മൗലവിയോട് പറഞ്ഞു പോയി, എന്തെന്നറിയോ, ഒരു ചാൺ ഉയരം വേണോ, തട്ടി നിരപ്പാക്കണമെന്ന്. ഇതേ മൗലവി അരണന്റെ സ്വഭാവമാണല്ലോ, മറന്നുപോയി. പിന്നെ ഒരിക്കൽ പറയാൻ ഒരു ചാൺ ഉയരം വേണോ, അത് നിർമ്മിച്ചെടുത്തവനെ. ഇമാമിനെ വിശ്വാസപരമായും കർമ്മപരമായും നിങ്ങൾ തള്ളിയിട്ടില്ലേ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്തുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ചാണിലപ്പുറമുള്ള ഖബറുകളിലേക്ക് അല്ലാതെ നിങ്ങൾ പോകില്ല എന്നല്ലേ നിങ്ങളുടെ തീരുമാനം? കേട്ടകള്, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ചാണിനേക്കാൾ ഖബർ ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തീരുമാനം ഒരു ചാണിന്റെ മേലെ ഉയരണ്ടെങ്കിലേ പോകുന്നല്ലേ നമ്മളോട് ചോദ്യ. ചേച്ചേട്ടിയിലെ ചോദ്യ. എന്നാ മൗലവി ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? ഒരു ചാണിലധികം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത്? നേരെ മറിച്ച് ശിർക്കാണ് എന്നാണോ ഹറാമാണ് എന്നാണോ പറഞ്ഞ? എന്താണ്? ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണ്? ഒരു ചാണ് ഖബർ, ഒരു ചാണാകുന്നത് കൂടുതൽ ഉത്തമമാണ്. കൂടുതൽ ഉത്തമം ഒരു ചാൺ ഉയരമുണ്ടാകുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉയരമുണ്ടായാൽ അതിന്റെ നിയമം എന്താണ്? അത് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? ജായിസാണ്. എങ്ങനെ പറഞ്ഞു? വെറുതെ പറഞ്ഞതാണോ? സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് അതിന് തെളിവ്. സഹീഹുൽ ബുഖാരി കാണാം, വഖാല ഖാരിജത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തുനി, എന്നെ ഞാൻ കാണുന്നു, വനഹ്നു സുബ്ബാനുൻ, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന സമയം, ഫീ സമാനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത്, വഇന്ന അസദ്ദനാ വസുബത്തൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന വ്യക്തി, അല്ലദീ യസിബു ഖബ്റ ഉസ്മാൻ ബിൻ മദ്ഊൻ, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കുന്ന ആളാണ്. ഹത്താ യുജാബിസഹു, അങ്ങനെ ഏറ്റവും ഉയരത്തിൽ ചാടുന്ന ആള്, അതാ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളാണ്. ചെറുപ്പക്കാരായ ഞങ്ങള് സഹാബികളെ കാലത്ത് ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന, ഹൈ ജമ്പ് നടത്താൻ കഴിയുന്നവർക്ക് മാത്രമേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും ഉയരം സഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് ഉണ്ടായിരുന്നു എന്നാരാ പറഞ്ഞത്? ഖാരിജത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അതാരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഓ സഹോദരാ, ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ നിശാങ്കല്ല് വെച്ചത്, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മീസാങ്കല്ല് വെച്ചത്. അങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ മറവ് ചെയ്യപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് അതിന്റെ ഉയരമാണ് വിവരിക്കുന്നത്. എത്ര? ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്നവർക്ക് മാത്രമേ ചാടിക്കിടക്കാൻ കഴിയൂ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഷാഫി ഇമാം എന്താ പറഞ്ഞതെന്ന് വ്യക്തമായി അറിയുന്ന മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ സറഹിൽ പറയുന്നു, വഫീഹി ജവാസു തഅലിയത്തുൽ ഖബരി, ഖബർ ഉയരൽ ജായിസാകും എന്നതിന് ഇതിൽ തെളിവുണ്ട്. ഖബർ ഉയർന്നാൽ അത് ഹറാമല്ല, ശിർക്കല്ലെന്ന് മാത്രമല്ല ഹറാമും ഇല്ല, അത് ജായിസാണെന്നതിൽ തെളിവുണ്ട്. അത് തന്നെ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയുന്നത്? അതേ
مناسبة ذلك للترجمة من حيث إن وضع الجريد على القبر يرشد إلى جواز وضع ما يرتفع به ظهر القبر على الأرض. അതേ ഉയരമുണ്ടാകുന്നത് ജൈസാണെന്നതിന് തെളിവാണ്. അപ്പൊ ഇമാമിങ്ങളൊക്കെ പറഞ്ഞ എന്താണ്, ഒരു ചാണായാൽ ഏറ്റവും നല്ലതാണ്, ഉയർന്നാൽ അതിന് തെറ്റില്ല എന്നാണ്. ഇനി സഹോദരാ ശരിക്കും മനസ്സിലാക്കി, ഷാഫി ഇമാം പറഞ്ഞ് മനസ്സിലാക്കി. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനല്ലേ, ഇമാം ഖസ്സലാനിക്കല്ലേ, അല്ല ഹുസൈൻ സലഫിക്കാണോ ഷാഫി ഇമാമിന്റെ വാക്ക് മനസ്സിലാവുക? ഞങ്ങൾ ഷാഫി ഇമാമിനെതിരാണെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ മൗലവി? ഇനി ചോദിക്കട്ടെ, ഷാഫി ഇമാമിന്റെ മഖ്ബറ ആചാരത്തിന്റെ ഉയർമുമ്പിൽ പോ. നിങ്ങൾക്കറിയോ, ഞാൻ ഈജിപ്തിൽ പോയി അത് സിയാറത്ത് ചെയ്തവനാണ് ഞാൻ. പറയട്ടെ, ആ മഖ്ബറയെ സംബന്ധിച്ച് നവവി ഇമാം റളിയല്ലാഹു അൻഹു എന്താ ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞത്? ആ മഖ്ബറയെ സംബന്ധിച്ച് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ ബഹുമാനത്തോട് യോജിച്ച മഖ്ബറ എന്നല്ലേ പറഞ്ഞത്, യോജിച്ച ഖുബ്ബ എന്നല്ലേ പറഞ്ഞത്. നവവി ഇമാമിനെക്കാൾ ഷാഫി ഇമാമിന്റെ വാക്ക് തിരിയുന്നവൻ ആരാണ് മൗലവി? എനിക്ക് ചോദിക്കട്ടെ, എന്ന് ഷാഫി മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ എത്ര സഹാബികളെ ഖബറിന്റെ മേലുള്ള ഖുബ്ബയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് മൗലവി. ഇമാമിങ്ങൾ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇമാമിങ്ങളെ കിതാബിന്റെ ഇബാറത്ത് അറിയില്ല, അർത്ഥമറിയില്ല. ഞങ്ങളെ ഇമാമിങ്ങളെ ഞങ്ങളെ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയാലും തള്ളൂല കേട്ടോ. ഇമാമിങ്ങളെ തള്ളുന്നത് നിങ്ങൾ തന്നെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ കുബ്ബ പാടില്ല, ജാറം പാടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആരാ? അത് മുജാഹിദീങ്ങളാ. അള്ളയും പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ നോക്കി വായിക്കാം. കുബ്ബ പറ്റൂല എന്നാ പറഞ്ഞത്. കുബ്ബ പുണ്യാണ് എന്നാ പറഞ്ഞു. മഹാന്മാരെ മഖ്ബറയിൽ കുബ്ബ ഉണ്ടാക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലും പുണ്യമാണ് എന്നാ പറഞ്ഞു. കേട്ടോ, ഷാഫി മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫ നിഹായ, രണ്ടും നോക്കിക്കോ. ഞാൻ നിഹായ നോക്കി വായിക്കാം. കേട്ടോ എന്താ എഴുതിയത്? വസിയ്യത്ത് ചെയ്താൽ ആ വസിയ്യത്ത് പാലിക്കൽ നിർബന്ധമാണ്. എന്നാൽ തെറ്റായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താൽ പാലിക്കേണ്ടതില്ല. പുണ്യകരമായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താലോ എന്നാൽ അത് പാലിക്കണം. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാം. വശമില അദമുൽ മഅസിയത്തി അൽ ഖുർബത, തെറ്റല്ലാത്ത കാര്യമായിരിക്കണം വസിയ്യത്തിന്റെ സംഗതി. അതിലെന്ത് പെട്ടു? അൽ ഖുർബത, അൽ ഖുർബത, ഖുർബത്ത് പെട്ടു. പുണ്യകർമ്മം ഏതുപോലെ? കഇമാറത്തിൽ മസാജിദി, പള്ളി ഇമാറത്ത് ചെയ്യും പോലെ. പള്ളി ഇമാറത്തിൽ പള്ളി ഉണ്ടാക്കലും അത് പരിപാലിക്കലൊക്കെ പുണ്യകരമാണ്. എന്നെ പിന്നീട് വിശദീകരിച്ചിട്ട് പറയാം. അതുപോലെ വഖുബൂരിൽ അംബിയാഇ, അംബിയാക്കളുടെ ഖബറുകൾ, അംബിയാക്കളുടെ ഖബറുകൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തലും പരിപാലിക്കലും പുണ്യകർമ്മമാണ്. നിർമ്മാണ പ്രവർത്തനവും എവിടുന്ന ഉസ്താദെ അർത്ഥം കിട്ടിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് ഞാൻ കേൾപ്പിച്ചു തരും. ഈ കിതാബിനെ നോക്കി വായിച്ച് കേൾപ്പിച്ചു തരും. വൽ ഉലമാഇ, ആലിമീങ്ങളെ ഖബറും വസ്സാലിഹീന, സജ്ജനങ്ങളുടെ ഖബറും അത് ഇമാറത്ത് ചെയ്യൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. ലിമാ ഫീ ദാലിക, അങ്ങനെ ചെയ്യുന്നതിൽ ഉള്ളതിന് വേണ്ടി. എന്താ ഉള്ളത്? മിൻ ഇഹ്യാഇ സിയാറത്തി വതബറുകി ബിഹാ, ആ മഹാന്മാരുടെ ഖബർ സജീവമാക്കലും മഹാന്മാരുടെ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കലും ഇങ്ങനെ മഹാന്മാരുടെ ഖബർ പരിപാലിക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അതിനാൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. എന്താണ് ഈ ഇമാറത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ? വലഅല്ലൽ മുറാദ ബിഹി, പരിപാലനം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം കമാ ഖാലഹു സാഹിബു ദഖായിരി വഅശ്അറ ബിഹി കലാമുൽ ഇഹ്യാഇ ഫി അവൈലി കിതാബിൽ ഹജ്ജ് വകലാമുഹു ഫിൽ വസീത്ത് ഫി സകാത്തിൽ നഖദി യുസീറു ഇലൈഹി. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ദഖായിറിന്റെ മുസന്നിഫും ഇഹ്യയിലും വസീത്തിലും ഒക്കെ പറഞ്ഞ വാചകങ്ങൾ ചൂണ്ടുന്നതും അറിയിക്കുന്നതും പോലെ എന്താണ് മഹാന്മാരുടെ ഖബർ ഇമാറത്തിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അൻതുബിന അലാ ഖുബൂരിഹിമുൽ ഖിബാർ, അവരുടെ മഖ്ബറകളുടെ മേലിൽ ഖുബ്ബകൾ പണിയലാണ്. വൽ ഖനാതിർ, കെട്ടിടങ്ങൾ പണിയലാണ്. എന്ത് കെട്ടിടം? സിയാറത്ത് ചെയ്യാനുള്ള ആളുകൾക്ക് സൗകര്യത്തിന്. അങ്ങനെ മഹാന്മാരുടെ മഖ്ബറകളിൽ ഖുബ്ബ പണിയലും കെട്ടിടം പണിയലും അത് പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്. ശാഫിഈ മദ്ഹബിലെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ ശറഹ് ബഹുമാനപ്പെട്ട ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു കമാ യുഫ്അലു ഫിൽ മസാഹിദി, മഹാന്മാരുടെ
മഹാന്മാരുടെ മക്ബറകളിൽ നടന്നു വരുന്നത് പോലെ ചെയ്യപ്പെടുന്നത് പോലെ. എപ്പോ ആ മഹാന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്യുന്ന ആളുകളുടെ ഭൂമിയിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യുന്നതെങ്കിൽ, നേരെ മറിച്ച് ഖബറിന്റെ തടി അത് കെട്ടുക എന്നത് അല്ല. അപ്പൊ മഹാന്മാരുടെ ഖബറിന്റെ മേലെ കുബ്ബ പണിയലും കെട്ടിടം പണിയലും പുണ്യകർമ്മമാണ് എന്നാ ഇമാം ഗസ്സാലി റളിയല്ലാഹു പറഞ്ഞത്. അതാണ് ഇമാം റംലി പറഞ്ഞത്. അതാണ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ ഇമാമിങ്ങളും പറയുന്നു കുബ്ബ പണിയൽ, ജാറം പണിയൽ അത് പുണ്യകർമ്മമാണ്. എന്നാൽ ഇത് പറ്റൂല എന്ന് ലോകത്താരാ പറഞ്ഞ്? ഒരു മഹാനും പറഞ്ഞില്ല. അത് പറഞ്ഞ മുജാഹിദീങ്ങളാണ്. അതിന്റെ പുറമെ ഒന്നുകൂടി കേട്ടോളി. സക്കരിയ സലാഹി ഇത് പറഞ്ഞിട്ട് പറയുന്നത്, മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൂം, അതിന്റെ മുകളിൽ കൊബ്ബുണ്ട്, പണിതിട്ടുണ്ട്, അത് പൊളിച്ചു കളയേണ്ടതാണ്. അങ്ങനെ മദീനത്തെ മക്ബറ പൊളിച്ചു കളയേണ്ടതാണ്. പക്ഷെ അത് പൊളിക്കാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല. ഇൻഷാ അല്ലാഹ് കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങളത് പൊളിക്കൂ. ആരാ പറയുന്നത്? മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി, ബഹുമാന്യനായ നേതാവ്, നമ്മളെ സലഫീന്റെ ഭാഷയിൽ പറയുന്നു. അപ്പൊ രണ്ട് വിഷയമാണ് നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നത്. ഒന്ന്, ജാറത്തിനെതിരായി ആദ്യം സംസാരിച്ചത് മുജാഹിദാണ്. രണ്ടാമത്തത്, ജാറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറം മദീനയിലുണ്ട്, അത് പൊളിക്കാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല. കേരള നദ്വത്തുൽ മുജാഹിദിന് സൗദിന്റെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം അത് പൊളിക്കും. ഈ രണ്ട് സംഗതികളൊന്ന് കേട്ടോളി. തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയെ ഖബർ പൊളിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് ഓടി വിളിപ്പിക്കലും അതിന്റെ നേരത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊപ്പം ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദി ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഒരു ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, മരിച്ചുപോയ KS അബ്ദുള്ള സാഹിബ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടി ഒന്നായിട്ടിരുന്നൊരു ചർച്ചയാണ്. ആ ചർച്ച നടക്കുമ്പോൾ കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു, അവരുടെ കൂടെ ഞങ്ങളെങ്ങനെ വന്നിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പച്ചക്കുബ്ബ തകർക്കണം, മദീനത്തെ പച്ചക്കുബ്ബ തകർക്കണം എന്ന് പറഞ്ഞ മൗലവിന്റെ കൂടെ ഞങ്ങളെങ്ങനെ യോജിക്കും എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞു. അപ്പൊ KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ യഹൂദിയായിരിക്കും ഉസ്താദേ എന്ന് പറഞ്ഞു. KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു, ഇബ്രാഹിം സഖാഫിന്റെ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹത്തായ ജാറം, ആ ജാറത്തെ സംബന്ധിച്ച് എന്താണ് മൗലവി പറഞ്ഞത്? കേരള നദ്വത്തുൽ മുജാഹിദീന് ഭരണം സൗദിന്റെ ഭരണം കിട്ടിയാൽ, കേട്ടോ, കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടുക. കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടുക. എന്നിട്ട് പറയാണ്, ഭരണം കിട്ടിയ രണ്ടാമത്തെ ദിവസം അവരെടുക്കുന്ന പണിയാണെന്ത്? മദീനത്തെ കുബ്ബ തകർക്കും. അപ്പൊ ഒന്നാമത്തെ ദിവസം കഅബ പൊളിക്കായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങോട്ട് പോവാലോ. എന്താണ് സഹോദര ഇത്? ഞാനിവിടെ വെച്ച് കേൾപ്പിച്ചില്ലേ? ചേറ്റേട്ടിയിൽ വന്നിട്ട് മറുപടി പറഞ്ഞോ? സലഫി പറഞ്ഞോ എത്ര സ്ഥലത്ത് കേൾപ്പിച്ചു ഞാൻ? പറഞ്ഞോ നിങ്ങൾ ഇനി മറുപടി? ഇനി ചോദിക്കട്ടെ. പിന്നെ ആദ്യം പറഞ്ഞത് കേട്ടില്ലേ? ജാറം പാടില്ല എന്നും പറഞ്ഞു ഞങ്ങളാണ് എന്ന് അയാൾ ആദ്യം പറഞ്ഞു കേട്ടില്ലേ? ഒന്നുകൂടി ചുട്ടവനെ അത്തല. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. കേട്ടില്ലേ? ജാറം തെറ്റാണ് നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല, സഹാബത്ത് പഠിപ്പിച്ചില്ല, ഒരു മഹാനും പഠിപ്പിച്ചിട്ടില്ല. അത് ഇവര് പഠിപ്പിച്ചാണ്. ഇവര് പഠിപ്പിച്ചത് ആർക്ക് വേണം ഇവിടെ? ഇനി സഹോദര, ഇവിടുന്ന് മൗലവി ആനത്തല പോലത്തെ ചോദ്യം ചോദിച്ചില്ലേ? അതിന് നല്ല ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി ഞാൻ കൊടുത്തില്ലേ? പിന്നെ അതും കൊണ്ട് പറഞ്ഞ് നടക്കണല്ലേ പിന്നെ പണി. എന്നാലേ മൗലവി ഇവിടുന്ന് ചോദിച്ചു, മദീനത്ത് ജാറം മൂടലുണ്ടോ, വെളുക്കത്തിക്കലുണ്ടോ? ഞാൻ ചോദിച്ചു, പിന്നെ അവരൊക്കെ ഇരുട്ടിലിരിക്കലാ? ഇരുട്ടിലിരിക്കലാ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഞാന്
അവിടുത്തെ ജാറത്തിന്റെ കുബ്ബന്റെ ചിത്രവും അതുപോലെ തന്നെ കബറിന്റെ മേലെ പച്ചപ്പട്ട് വിരിച്ചുകൊണ്ടുള്ള ആ ചിത്രവുമൊക്കെ ഞാനിവിടെ കാണിച്ചു. സൗദിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അൽ മുസ്ലിമും പത്രമെടുത്ത് കാണിച്ചു. ഒക്കെ കാണിച്ചപ്പോ മൗലവി ഇവിടുന്ന് എന്തെല്ലാം തട്ടിപ്പാ നടത്തിയത്, ആ തട്ടിപ്പിന് മുഴുവനും അണപൈ തീർത്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ട് ഇപ്രാവശ്യം വന്നപ്പോ മിണ്ടിയില്ല മൗലവി. എന്നാ ഞാൻ ചോദിക്കുന്നത്, ആ കബറ് മൗലവി പറഞ്ഞ് നിങ്ങൾ കാണിച്ച പോലെ ഒന്നുമല്ല അവിടെ കബറുള്ളത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഉള്ള ഒരു കോലുണ്ടല്ലോ അത് നിങ്ങൾ കാണിക്കുന്നു പറഞ്ഞു. ആ ജാറത്തിന്റെ ഉള്ളിൽ കബറുണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? അതിലാർക്കും സംശയമില്ലല്ലോ. ഇനി ആ കബറ് ഈ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രത്തിൽ വന്നത് ശരിയല്ല, അത് കള്ള ഫോട്ടോ ആണെന്നാണോ മൗലവിയുടെ വാദം? മൗലവി വെല്ലുവിളിക്കുന്നു. എന്നാൽ ഒറിജിനൽ കബറിന്റെ ചിത്രമൊന്ന് കാണിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞങ്ങൾ കാണിക്കുന്നത് സൗദി അറേബ്യയിലെ പത്രത്തിൽ വന്നത്, കുവൈത്തിലെ പത്രത്തിൽ വന്നത് ആ ഖബറല്ല, അത് ഒറിജിനൽ ഖബറല്ല, അത് കള്ള ഖബറാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ചോദിക്കുന്നു, എന്നാൽ ഒറിജിനൽ ഒരു ഖബറുണ്ടെന്നതിൽ തർക്കമില്ലല്ലോ. ആ ഖബറിന്റെ ചിത്രം മൗലവി ഒന്ന് കാണിച്ചു തരുമോ? ഇതല്ലാന്ന് വാദിക്കുമ്പോ മറ്റൊന്നുണ്ടാകണ്ടേ? എന്നാ അതൊന്ന് കാണിക്കൂ മൗലവിമാരെ. നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു ഖബറ് ഒന്ന് കൊണ്ടുവന്ന് സമൂഹത്തിന് കാണിക്കൂ. ഞാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല, പച്ചപ്പട്ടൊന്നും പിരിച്ചിട്ടില്ല, മോളൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെയാണ്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ഉള്ള ഖബറാടുണ്ടല്ലോ അതെങ്ങനെയാണ് നിങ്ങളൊന്ന് കാണിച്ചു തരി. നിങ്ങൾക്കല്ല അവിടെ വലിയ സ്വാധീനമുള്ളത്. ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് കാണിച്ചോ, പറഞ്ഞോ, മിണ്ടിയോ? ഇനി ചോദിക്കട്ടെ, എന്നാ സഹോദര, ഈ മൗലവി മറുപടിയില്ലാതെ മുട്ടിയിട്ട് കുടുങ്ങുന്ന മൗലവി ഇപ്പം പറയുന്നു, തങ്ങക്കെന്തിനാ ജാറത്തുമ്മൽ തുണിയിടുന്ന്? കൊതു അടിക്കാതിരിക്കാനാ? മൗലവിന്റെ ചോദ്യ ഇടുന്ന് ആലപ്പുഴന്ന്. ഇവിടെ വന്നിട്ട് ചോദിക്കാൻ ധൈര്യമില്ല. ആലപ്പുഴ ഒരു പുഴയിലും വിടൂലട്ടോ. അങ്ങനെ പുഴയിലിട്ടൊന്നും രക്ഷപ്പെടാൻ വിടൂല. ആലപ്പുഴ എന്നുള്ള ചോദ്യം എന്താ ചോദ്യം അറിയോ? കൊതു കടിക്കാതിരിക്കാനാണോ തങ്ങളെ ജാറത്തുമ്മൽ ഇടുന്നത്? അത് നിങ്ങളൊന്ന് കേട്ടോളി. എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? എന്നാ മൗലവി കഅബ ശരീഫിന് കില്ല കൊണ്ട് പുതക്കുന്നില്ലേ? കഅബയെ കൊതുകടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ മൗലവി? മൗലവി കഅബയെ കില്ല കൊണ്ട് പുതക്കുന്നില്ലേ? കൊതുക് കടിക്കാതിരിക്കാനാണോ മൗലവി? ചോദിക്കട്ടെ, കഅബത്തിന് തണുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ മൗലവി? മുസ്ലിമീങ്ങളെ മുന്നിൽ വന്നിട്ട് ഇത്തരം കാര്യം പറയാൻ ഒരൽപ്പവും ലജ്ജ തോന്നുന്നില്ലേ മൗലവി? മറുപടി പറയണേ മൗലവി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന സംഗതി എന്താണെന്നറിയോ? മൗലവി നാദാപുരത്ത് വരുമ്പോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ